ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. സംസ്ഥാനത്ത് UDF സുനാമി. 102 സീറ്റ് നേടി UDFന്റെ വമ്പൻ തിരിച്ചുവരവ്. 35 സീറ്റിലൊതുങ്ങി LDF. 3 സീറ്റ് നേടി ചരിത്രം സൃഷ്ടിച്ച് NDA. UDF തരംഗത്തിൽ ഇടതുമുന്നണിയിലെ പ്രമുഖർക്ക് കാലിടറി. CPM കോട്ടകൾ നിലംപൊത്തി. UDF തരംഗത്തിലും ഇടതിനെ കൈവിടാതെ തൃശൂർ ജില്ല. ജില്ലയിൽ 9 LDF, 4 UDF. തൃശൂരടുത്ത് രാജൻ പല്ലൻ, പുല്ലൂരിൽ രാജയോഗം. ഗുരുവായൂരിൽ പൊരുതി വീണ് CH റഷീദ്. മണലൂരിൽ TN പ്രതാപൻ കോടതിയിലേക്ക്. 3 മണ്ഡലങ്ങളിൽ താമര വിരിയിച്ച് NDA. നേമത്തും കഴക്കൂട്ടത്തും ചാത്തന്നൂരിലും അട്ടിമറി വിജയം. തൃശൂരിൽ BJPക്ക് വോട്ട് വിഹിതം കുറഞ്ഞു. അകമല റെയിൽവേ മേൽപ്പാലത്തിന് സമീപം കേരള വിഷന്റെ ഇന്റർനെറ്റ് ഡിജിറ്റൽ ഫൈബർ കേബിളുകൾ വ്യാപകമായി നശിപ്പിച്ച നിലയിൽ കണ്ടെത്തി. കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് COA പോലീസിൽ പരാതി നൽകി. സംസ്ഥാനത്ത് UDF സുനാമി. സീറ്റ് നേടി UDF 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം അധികാരത്തിലേക്ക്. UDF 102ഉം LDF 35ഉം NDA 3 സീറ്റുകൾ നേടി. മത്സരത്തിനിറങ്ങിയ മന്ത്രിമാരിൽ 6 പേർക്ക് മാത്രമാണ് വിജയിച്ച് കയറാനായത്. K രാജൻ, സജി ചെറിയാൻ, PA മുഹമ്മദ് റിയാസ്, KN ബാലഗോപാൽ, P പ്രസാദ്, GR അനിൽ എന്നിവർ മാത്രമാണ് വിജയിച്ചത്. പയ്യന്നൂരിൽ V കുഞ്ഞികൃഷ്ണനും തളിപ്പറമ്പിൽ TK ഗോവിന്ദനും അമ്പലപ്പുഴയിൽ G സുധാകരനും CPMനെ ഞെട്ടിച്ച് വിസ്മയം തീർത്തു. മുസ്ലിം ലീഗ് മത്സരിച്ച 27 സീറ്റിൽ 23 സീറ്റിലും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് മത്സരിച്ച 8 സീറ്റിൽ 7 സീറ്റിലും വിജയിച്ച് UDFന്റെ വിജയത്തിൽ പങ്കാളികളായി. എറണാകുളം, ഇടുക്കി, കോട്ടയം, മലപ്പുറം ജില്ലകളിൽ UDF സീറ്റുകൾ തൂത്തുവാരി. കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഇടതുകോട്ടകളിൽ UDF കടന്നുകയറി. കാസർഗോഡ്, ഉദുമ, തൃക്കരിപ്പൂർ എന്നിവിടങ്ങൾ UDF തിരിച്ചുപിടിച്ചു. തിരുവനന്തപുരത്ത് CP ജോണും ചിറയൻകീഴിൽ രമ്യ ഹരിദാസും വട്ടിയൂർക്കാവിൽ K മുരളീധരനും UDFന് അട്ടിമറി വിജയം സമ്മാനിച്ചു. നേമത്തും ചാത്തന്നൂരും കഴക്കൂട്ടത്തും BJP അക്കൗണ്ട് തുറന്നു. നേമത്ത് രാജീവ് ചന്ദ്രശേഖറും കഴക്കൂട്ടത്ത് V മുരളീധരനും ചാത്തന്നൂരിൽ BB ഗോപകുമാറുമാണ് NDAക്കായി അക്കൗണ്ട് തുറന്നത്. പാലായിൽ ജോസ് K മാണി ഉൾപ്പെടെയുള്ളവർ തോറ്റതോടെ കേരള കോൺഗ്രസ് M നിലം പരിശായി. TCV തൃശൂർ. കേരളമാകെ വീശിയടിച്ച UDF തരംഗത്തിൽ ഇടതുമുന്നണിയിലെ പല പ്രമുഖർക്കും കാലിടറി. ഉറച്ച CPM കോട്ടകളായിരുന്ന മണ്ഡലങ്ങൾ പോലും നിലംപൊത്തുകയും ചെയ്തു. മന്ത്രിമാരായ V ശിവൻകുട്ടി, P രാജു, MB രാജേഷ്, വീണ ജോർജ്, കടന്നപ്പള്ളി രാമചന്ദ്രൻ, VN വാസവൻ, R ബിന്ദു, റോഷി അഗസ്റ്റിൻ, ചിഞ്ചുറാണി, AK ശശീന്ദ്രൻ, V അബ്ദുറഹ്മാൻ, KB ഗണേഷ് കുമാർ എന്നിവർ തോറ്റു. പേരാവൂരിൽ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിനോട് മത്സരിച്ച CPM കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജയും പരാജയപ്പെട്ടു. LDF കൺവീനർ TP രാമകൃഷ്ണന് പേരാമ്പ്രയിൽ അടിതെറ്റി. മുസ്ലിം ലീഗിന്റെ ഫാത്തിമ തഹ്ലിയെയാണ് TP രാമകൃഷ്ണനെ വീഴ്ത്തിയത്. ഇതോടെ ചരിത്രത്തിലാദ്യമായി ലീഗിന് നിയമസഭയിൽ വനിതാ പ്രാതിനിധ്യമായി. ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദ്യ 6 റൗണ്ട് വരെ പിന്നിൽ നിന്ന ശേഷമാണ് കോൺഗ്രസിലെ അബ്ദുൾ റഷീദിനെ മറികടന്നത്. മന്ത്രിമാരിൽ K രാജൻ, സജി ചെറിയാൻ, മുഹമ്മദ് റിയാസ്, KN ബാലഗോപാൽ, P പ്രസാദ്, GR അനിൽ എന്നിവർക്ക് മാത്രമാണ് വിജയിക്കാനായത്. പാർട്ടി കോട്ടകളിൽ വിമതർ നേടിയ വിജയം CPMന് കടുത്ത പ്രഹരമായി മാറി. അമ്പലപ്പുഴയിൽ G സുധാകരനും പയ്യന്നൂരിൽ V കുഞ്ഞികൃഷ്ണനും തളിപ്പറമ്പിൽ TK ഗോവിന്ദനും UDF സ്വതന്ത്രരായ വിജയം നേടിയത് CPM കേന്ദ്രങ്ങളിലുണ്ടാക്കിയ ആഘാതം ചെറുതല്ല. ഉരുക്കുകോട്ടകളായിരുന്ന ഉദുമയും തൃക്കരിപ്പൂരും UDFിലേക്ക് ചാഞ്ഞതും CPMന് നിസാരമായി കാണാനാകില്ല. ഉദുമയിൽ K നീലകണ്ഠനും തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യരും വിജയത്തിന്റെ ത്രിവർണം ചാർത്തി. അതേസമയം CPM ബന്ധം ഉപേക്ഷിച്ചെത്തിയ PK ശശിക്കും A സുരേഷിനും കനത്ത പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. മലമ്പുഴയിൽ A സുരേഷ് 3ാം സ്ഥാനത്തായി. ഒറ്റപ്പാലത്ത് PK ശശി 25,000-ഓളം വോട്ടുകൾക്ക് പരാജയം ഏറ്റുവാങ്ങി. ന്യൂസ് ഡെസ്ക് TCV.
CPM-നെ ഞെട്ടിച്ച് പാർട്ടി കോട്ടകളായ പയ്യന്നൂരിലും തളിപ്പറമ്പിലും അമ്പലപ്പുഴയിലും വിമതർക്ക് ജയം. പാർട്ടിയെ തിരുത്താൻ വന്നവരെ കൈകാര്യം ചെയ്ത് ശീലമുള്ള CPM-നെ ഇത്തവണ വിമതർ ശരിക്കും തിരുത്തി. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ ഹൃദയഭൂമിയിലെ 3 സീറ്റുകൾ പിടിച്ചെടുത്തത് CPM-ന്റെ ഉന്നത പദവികൾ വഹിച്ച 3 നേതാക്കളാണ്. MV രാഘവന് പോലും സൃഷ്ടിക്കാൻ കഴിയാതിരുന്ന ചലനമാണ് ഇത്തവണ സംസ്ഥാനത്ത് 3 നേതാക്കൾ ചേർന്ന് ഉണ്ടാക്കിയത്. തളിപ്പറമ്പിൽ TK ഗോവിന്ദനും അമ്പലപ്പുഴയിൽ G സുധാകരനും പയ്യന്നൂരിൽ B കുഞ്ഞികൃഷ്ണനും വിസ്മയ വിജയം കാഴ്ചവെച്ചു. ഒരു വീട്ടിൽ നിന്ന് ഒരേ സമയം MP-യും MLA-യും ഉണ്ടാകുന്ന കേരള രാഷ്ട്രീയത്തിലെ അപൂർവ ചരിത്രമാണ് കോങ്ങാട് മണ്ഡലത്തിലെ തുളസിയുടെ വിജയം. കരുണാകരനും മുരളീധരനും KM മാണിക്കും ജോസ് മാണിക്കും ശേഷമാണ് തുളസിയും ശ്രീകണ്ഠനും ആ ചരിത്രത്തിലേക്ക് എത്തുന്നത്. ഒരു വീട്ടിൽ നിന്ന് MP-യും MLA-യും എന്ന കേരള രാഷ്ട്രീയത്തിലെ ഒരു അപൂർവതയാണ് ഈ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് ജില്ല സാക്ഷ്യം വഹിച്ചത്. പാലക്കാട് MP-യായി VK ശ്രീകണ്ഠൻ പാർലമെന്റിലേക്ക് എത്തിയപ്പോൾ ഭാര്യയും കോൺഗ്രസ് നേതാവുമായ KA തുളസി ഇനി മുതൽ നിയമസഭയിലേക്ക് യാത്രയാകും. കോങ്ങാട് മണ്ഡലത്തിലാണ് തുളസി കോൺഗ്രസ് കൂടിപ്പാറിച്ചത്. സിറ്റിംഗ് MLA-യും CPM നേതാവുമായ K ശാന്തകുമാരിയെയാണ് തുളസി അട്ടിമറിച്ചത്. UDF-ന്റെ വിജയത്തിന് പ്രേരകശക്തിയായത് VD സതീശന്റെ നിലപാടുകളെന്ന വിലയിരുത്തൽ. സതീശൻ തുടക്കം മുതലേ മുന്നോട്ട് വെച്ച മുദ്രാവാക്യങ്ങളും ആത്മവിശ്വാസവുമായിരുന്നു UDF-നെയും കോൺഗ്രസിനെയും മുന്നോട്ട് നയിച്ച പ്രധാന ഘടകങ്ങളിലൊന്ന്. പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ സംസ്ഥാനത്തുടനീളം ഓടി നടന്നുള്ള പ്രവർത്തന മികവും ആദ്യഘട്ടത്തിൽ തന്നെ ടാർഗറ്റ് നിശ്ചയിക്കുകയും എല്ലായിടത്തും ഊന്നിപ്പറയുകയും 100 സീറ്റ് കിട്ടിയില്ലെങ്കിൽ വനവാസ പ്രഖ്യാപനവുമൊക്കെ UDF-ന് ഊർജ്ജമാവുകയായിരുന്നു. തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടത് വ്യക്തിഗത മികവിലല്ലെന്നും കൂട്ടായ പ്രവർത്തനത്തിന്റെ ബലത്തിലാണെന്നും ഊന്നിപ്പറയുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ടീം UDF വിശേഷണം. തെരഞ്ഞെടുപ്പിന് ടീം UDF സജ്ജമാണെന്നും മികച്ച വിജയം നേടുമെന്നും അദ്ദേഹം ആവർത്തിച്ചു. SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനുമായുള്ള അഭിപ്രായ വ്യത്യാസത്തിൽ നിന്നാണ് 100 സീറ്റ് കിട്ടിയില്ലെങ്കിൽ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന് VD സതീശൻ പറഞ്ഞത്. അതിനു മുമ്പേ UDF 100 സീറ്റ് നേടുമെന്ന് സതീശൻ പറഞ്ഞിരുന്നു. അപ്പോഴും വെറും 42 സീറ്റ് മാത്രമുള്ള UDF-ന്, പ്രത്യേകിച്ച് 22 സീറ്റ് മാത്രമുള്ള കോൺഗ്രസിന് എവിടെ നിന്ന് 100 സീറ്റ് തികയ്ക്കാനാകുമെന്ന ചോദ്യമുയർന്നു. മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ 100 സീറ്റ് വാദത്തെ വല്ലാതെ പിന്താങ്ങിയുമില്ല. എന്നാൽ ഒരിക്കൽ പോലും സതീശൻ തന്റെ വാദത്തിൽ നിന്നും പിന്മാറിയില്ല. പ്രചാരണത്തിന്റെ അവസാന ഘട്ടത്തിലാണ് 1/2 ഡസൻ മന്ത്രിമാരെങ്കിലും തോൽവി അറിയുമെന്ന് സതീശൻ പറഞ്ഞത്. മുഖ്യമന്ത്രി അടക്കം ഈ പരാമർശത്തെ പരിഹസിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി നടത്തിയ പുതുയുഗ യാത്രയിലെ ജനസാന്നിധ്യം സതീശന് പിന്തുണയായി. ന്യൂസ് ഡെസ്ക് TCV. സംസ്ഥാനത്ത് UDF തരംഗത്തിലും ഇടതിനെ കൈവിടാതെ തൃശൂർ ജില്ല. ജില്ലയിൽ 9 LDF, 4 UDF. സംസ്ഥാനം മുഴുവൻ UDF തരംഗം ആഞ്ഞടിച്ചപ്പോഴും ജില്ലയിൽ കരുത്തറിയിച്ച് LDF. മണലൂർ, ഗുരുവായൂർ, പുതുക്കാട്, കുന്നംകുളം, ചേലക്കര, വടക്കാഞ്ചേരി, ഒല്ലൂർ, നാട്ടിക, കയ്പമംഗലം മണ്ഡലങ്ങൾ ഇടതിനൊപ്പം നിന്നു. ചാലക്കുടി, ഇരിങ്ങാലക്കുട, തൃശൂർ, കൊടുങ്ങല്ലൂർ മണ്ഡലങ്ങളാണ് UDF-നൊപ്പം നിന്നത്. ചാലക്കുടിയിൽ സനീഷ് കുമാർ ജോസഫ് വിജയം ആവർത്തിച്ചപ്പോൾ ഇരിങ്ങാലക്കുട, തൃശൂർ, കൊടുങ്ങല്ലൂർ മണ്ഡലങ്ങൾ വലതു കരം പിടിച്ചു. മണലൂർ നിയമസഭാ മണ്ഡലത്തിലെ തപാൽ വോട്ടുകൾ ക്രമാതീതമായി അസാധുവാക്കപ്പെട്ട നടപടിയിൽ അസ്വാഭാവികതയുണ്ടെന്നും ഇതിനെതിരെ നിയമ പോരാട്ടം നടത്തുമെന്നും UDF സ്ഥാനാർത്ഥി TN പ്രതാപന്റെ ചീഫ് ഇലക്ഷൻ ഏജന്റ് CC ശ്രീകുമാർ അറിയിച്ചു. തപാൽ വോട്ടുകൾ എണ്ണിയപ്പോൾ ഉണ്ടായ ഗുരുതരമായ ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടി UDF ചീഫ് ഇലക്ഷൻ ഏജന്റ് റീകൌണ്ടിങ്ങിനായി അപേക്ഷ നൽകിയിട്ടുണ്ട്. അതിനുശേഷം മാത്രമേ ഔദ്യോഗിക ഫലം പ്രഖ്യാപിക്കാവൂ എന്ന് വരണാധികാരിയോട് UDF ആവശ്യപ്പെട്ടു. പോളിംഗ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടായ ഗുരുതരമായ വീഴ്ചയാണ് 160 പോസ്റ്റൽ വോട്ടുകൾ കൂട്ടത്തോടെ അസാധുവാകാൻ കാരണമെന്ന് പരാതിയിൽ ചൂണ്ടിക്കാട്ടി. സംസ്ഥാന നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ തൃശൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് UDF സ്ഥാനാർത്ഥി രാജൻ ജെ പല്ലൻ വൻ വിജയം നേടി. 26,803 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് രാജൻ ജെ പല്ലൻ മിന്നും വിജയം കരസ്ഥമാക്കിയത്. ആകെ 60,290 വോട്ടാണ് രാജൻ ജെ പല്ലൻ നേടിയത്. തൊട്ടടുത്ത LDF സ്ഥാനാർത്ഥി ആലങ്കോട് ലീലാകൃഷ്ണന് 33,457 വോട്ടും മൂന്നാം സ്ഥാനത്തായ NDA സ്ഥാനാർത്ഥി പത്മജ വേണുഗോപാലിന് 28,662 വോട്ടുമാണ് ലഭിച്ചത്. നാലാം സ്ഥാനത്തെത്തിയ നോട്ടയ്ക്ക് 1043 വോട്ടുകൾ ലഭിച്ചു. EVM വോട്ടുകൾ എണ്ണി തുടങ്ങിയപ്പോൾ മുതൽ മുന്നിലായ രാജൻ ജെ പല്ലൻ വോട്ടെണ്ണൽ ഓരോ റൗണ്ട് പിന്നിടുമ്പോഴും ലീഡ് നില ഉയർത്തുകയായിരുന്നു. തൃശൂർ കോർപ്പറേഷൻ മേയറും 5 തവണ കൗൺസിലറുമായിരുന്നിട്ടുണ്ട് രാജൻ ജെ പല്ലൻ. ജനങ്ങൾ നൽകിയ വലിയ ഭൂരിപക്ഷം കൂടുതൽ ഉത്തരവാദിത്തം നൽകുന്നുവെന്നും തൃശൂരിനൊപ്പമായിരിക്കും താനെന്നും ഈ വിജയം BJPക്കും സുരേഷ് ഗോപിക്കുമുള്ള മറുപടിയാണെന്നും രാജൻ ജെ പല്ലൻ പറഞ്ഞു. വലിയ ഭൂരിപക്ഷത്തിൽ തൃശൂർ ജനത തൃശൂർ നിയോജക മണ്ഡലത്തിൽ വിജയിപ്പിക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ വലിയ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ UDF സ്ഥാനാർത്ഥിയായ എന്നെ വിജയിപ്പിച്ചിട്ടുണ്ട്. തൃശൂർ ജനതയോട് പ്രത്യേകം നന്ദി പറയുന്നു. കൂടുതൽ ലഭിച്ച ലീഡ്
നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ കൂടുതൽ ലഭിച്ച ലീഡ് എൻ്റെ ഉത്തരവാദിത്വം വർദ്ധിപ്പിക്കുന്നു. തൃശ്ശൂരിന് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കും. പ്രത്യേകിച്ച് തൃശ്ശൂർ ജനതയോട് നന്ദിയുണ്ട്. തൃശൂർ ജില്ലയിൽ UDFന്റെ ഉറപ്പാർന്ന സീറ്റായി കണക്കാക്കിയിരുന്ന തൃശൂർ അനായാസമായാണ് രാജൻ ജെ പല്ലൻ സ്വന്തമാക്കിയത്. തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ നിന്ന് വ്യക്തമായ വിജയസൂചന പുറത്തു വന്നതോടെ കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും ഉൾപ്പെട്ട ജനാവലി എടുത്തുയർത്തി ആഹ്ലാദ പ്രകടനം നടത്തി. TCV തൃശൂർ. ഇടവേള. The wind hums a song deep and wise, a tale of love beneath endless skies. We close our eyes, the world complies. Yaleo, Yaleo, carry me through. In your arms, I'm born. French Dairy Pistachio Kunafa Bar. The Taste Factory. ഹായ്, ടുലിപ്സിൽ ഇപ്പോൾ സമ്മർ സ്പെഷ്യൽ ഓഫർ. ടുലിപ്സിൽ വന്ന് ഏത് ഹെയർ സ്പാ ചെയ്താലും ഡീറ്റാൻ പാക്ക് ഫ്രീ. കൂടാതെ പെഡിക്യൂർ വിത്ത് മാനിക്യൂർ ചെയ്താലും ഡീറ്റാൻ പാക്ക് ഫ്രീ ആണ്. അത് മാത്രമല്ല, ടുലിപ്സിൽ സ്കിന്നിനും ഹെയറിനും വേറെയും ഓഫറുകളുണ്ട്. ഈ സമ്മറിൽ നിങ്ങളുടെ സ്കിന്നിന് കൂടുതൽ കെയർ നൽകൂ ടുലിപ്സിൽ നിന്ന്. Tulips, every beauty solution under a single umbrella. Ceramic Center. Tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring. Variety range of kitchen sinks. All in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുകുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സിറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സിറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ Golden Diamonds, SG Tower, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ Golden Diamonds, SG Tower, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. ചേലക്കരയിൽ LDFന് ലഭിച്ചത് 29,386 വോട്ടിന്റെ ഭൂരിപക്ഷം. ജില്ലയിലെ കുറഞ്ഞ ഭൂരിപക്ഷം മണലൂരിൽ C രവീന്ദ്രനാഥിന് ലഭിച്ച 126 വോട്ടിന്റെ ലീഡ്. ചേലക്കരയിൽ ഇടതിന് ലഭിച്ചത് 29,386 വോട്ടിന്റെ ലീഡ്. UR പ്രദീപിന് 76,063 വോട്ട് ലഭിച്ചപ്പോൾ UDFിലെ ശിവൻ വീട്ടിക്കുന്നിലിനെ 46,687 വോട്ടും NDAയിലെ K ബാലകൃഷ്ണനെ 37,286 വോട്ടും ലഭിച്ചു. ഇടത് സ്ഥാനാർത്ഥികൾക്ക് സംസ്ഥാനത്ത് ലഭിച്ച മികച്ച ഭൂരിപക്ഷങ്ങളിലൊന്നാണ് UR പ്രദീപിന് ലഭിച്ചത്. മണലൂരിൽ TN പ്രതാപൻ പരാജയപ്പെട്ടത് 126 വോട്ടുകൾക്കാണ്. വിജയിച്ചാൽ UDF മന്ത്രിസഭയിൽ മന്ത്രിയാകേണ്ടിയിരുന്ന പ്രതാപനെ അവസാന റൗണ്ടിൽ പക്ഷേ കാലിടറി. C രവീന്ദ്രനാഥിനെ 65,337 വോട്ടുകൾ ലഭിച്ചപ്പോൾ TN പ്രതാപന് ലഭിച്ചത് 65,211 വോട്ടുകൾ. NDAയിലെ KK അനീഷ് കുമാറിന് ലഭിച്ചത് 34,676 വോട്ടുകളാണ്. ലീഡ് നില മാറിമറിഞ്ഞ ഗുരുവായൂരിൽ ഒടുവിൽ ജയം ഇടതിന്. 1998 വോട്ടുകൾക്ക് NK അക്ബറിന് ജയം. ഗുരുവായൂരിൽ LDFന് 66,069 വോട്ടുകൾ ലഭിച്ചപ്പോൾ UDF സ്ഥാനാർത്ഥി CH റഷീദിന് ലഭിച്ചത് 64,071 വോട്ടുകൾ. BJP നേതാവ് B ഗോപാലകൃഷ്ണൻ ലഭിച്ചത് 28,947 വോട്ടുകൾ. 1998 വോട്ടുകൾക്ക് ഇടത് സ്ഥാനാർത്ഥിക്ക് വിജയം.
തൊട്ടടുത്ത മണ്ഡലമായ കുന്നംകുളത്ത് ഇടത് സ്ഥാനാർത്ഥി AC മൊയ്തീനെ 4563 വോട്ടിന്റെ ജയം. AC മൊയ്തീനെ 69,522 വോട്ട് ലഭിച്ചപ്പോൾ UDFിലെ PT അജയമോഹൻ ലഭിച്ചത് 64,959 വോട്ട്. NDAയിലെ ഘടകകക്ഷി BDJSിലെ KR റെജിലിന് ലഭിച്ചത് 17,104 വോട്ടുകൾ. വടക്കാഞ്ചേരിയിൽ ഇടതിലെ സേവ്യർ ചിറ്റിലപ്പള്ളി 70,725 വോട്ട് നേടി 5,690 വോട്ടിന്റെ ലീഡ്. UDFിലെ PN വൈശാഖിന് 65,035 വോട്ടും BJPയിലെ അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബുവിനെ 25,844 വോട്ടും ലഭിച്ചു. ഒല്ലൂർ മണ്ഡലത്തിൽ സിറ്റിംഗ് MLA K രാജൻ 6,714 വോട്ടുകളുടെ ലീഡിൽ മണ്ഡലം നിലനിർത്തി. രാജനെ 57,632 വോട്ടുകൾ ലഭിച്ചു. UDFിലെ ഷാജി ജെ കോടങ്കണ്ടത്തിനെ 50,918 വോട്ടും NDAയിലെ ബിജോയ് തോമസിനെ 16,585 വോട്ടുകളും ലഭിച്ചു. സംസ്ഥാനത്തും തൃശൂരിലും UDF നേടിയ വൻ വിജയത്തിൽ UDF തൃശൂർ നഗരത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി. വാദ്യമേളങ്ങൾ, പുലിക്കളി, കാവടിയാട്ടം തുടങ്ങിയവയുടെ അകമ്പടിയോടെയാണ് ആഹ്ലാദ പ്രകടനം നടന്നത്. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജൻ, മുൻ DCC പ്രസിഡന്റുമാരായ ജോസ് വള്ളൂർ, MP വിൻസെന്റ്, DCC വൈസ് പ്രസിഡന്റ് IP പോൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇടതിനോട് ചേർന്ന് നാട്ടികയും കയ്പമംഗലവും. പുതുക്കാട് മണ്ഡലത്തിൽ കടുത്ത മത്സരത്തിനൊടുവിൽ ഇടതിന് ജയം. മുൻ MLA കൂടിയായ ഗീതാഗോപിക്ക് നാട്ടികയിൽ 7,093 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയം. ഗീതാഗോപിക്ക് 58,979 വോട്ടുകൾ ലഭിച്ചപ്പോൾ UDFിലെ സുനിൽ ലാലൂരിനെ 51,886 വോട്ടും BJPയിലെ CC മുകുന്ദനെ 45,216 വോട്ടും ലഭിച്ചു. BJPക്ക് തൃശൂർ ജില്ലയിൽ ലഭിച്ച മികച്ച ഭൂരിപക്ഷമാണ് നാട്ടികയിലേത്. ഇടതു മനസ്സുള്ള കയ്പമംഗലം 9,944 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് KK വത്സരാജിന് നൽകിയത്. KK വത്സരാജിനെ 65,448 വോട്ടുകൾ ലഭിച്ചപ്പോൾ UDFിലെ TM നാസറിനെ 55,504 വോട്ടും NDAയിലെ അതുല്യ ഘോഷ് വെട്ടിയാട്ടിലിനെ 19,688 വോട്ടും ലഭിച്ചു. പുതുക്കാട് മണ്ഡലത്തിൽ കടുത്ത മത്സരമാണ് കാഴ്ചവെച്ചത്. ഒടുവിൽ LDFിലെ KK രാമചന്ദ്രനെ 2,853 വോട്ടിന്റെ ജയം. രാമചന്ദ്രനെ 63,136 വോട്ടുകൾ ലഭിച്ചപ്പോൾ UDF സ്ഥാനാർത്ഥി KM ബാബുരാജിനെ 60,283 വോട്ടും BJPയിലെ A നാഗേഷിനെ 28,018 വോട്ടും ലഭിച്ചു. ജില്ലയിൽ വലതുകരം പിടിച്ചത് 4 മണ്ഡലങ്ങൾ. തൃശൂരിൽ നേടിയത് മിന്നുന്ന ജയം. തൃശൂർ മണ്ഡലത്തിൽ 26,803 വോട്ടിന്റെ അപ്രതീക്ഷിത ഭൂരിപക്ഷമാണ് കോൺഗ്രസിനെ തേടിയെത്തിയത്. UDF സ്ഥാനാർത്ഥി രാജൻ പല്ലനെ 60,290, ഇടതിലെ ആലങ്കോട് ലീലാകൃഷ്ണനെ 33,487, BJPയിലെ പത്മജ വേണുഗോപാലിനെ 28,662 എന്നിങ്ങനെയാണ് വോട്ട് നില. കൊടുങ്ങല്ലൂരിൽ UDFിലെ OJ ജനീഷിനെ 8,308 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ജയം. ജനീഷിനെ 65,162, ഇടതിലെ സുനിൽകുമാറിനെ 56,854, NDAയിലെ വർഗീസ് ജോർജിനെ 23,933 എന്നിങ്ങനെയാണ് വോട്ട് നില. ചാലക്കുടിയിൽ സനീഷ് കുമാർ ജോസഫിനെ 20,649 വോട്ടുകളുടെ ലീഡ് ലഭിച്ചപ്പോൾ LDF സ്ഥാനാർത്ഥി ബിജു S ചിറയത്തിനെ 43,828 വോട്ടും NDAയിലെ ചാർലി പോളിനെ 14,605 വോട്ടും ലഭിച്ചു. ഒരിടവേളയ്ക്ക് ശേഷം ഇരിങ്ങാലക്കുട മണ്ഡലം തോമസ് ഉണ്ണിയാടൻ തിരിച്ചുപിടിച്ചു. 10,212 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ മുൻമന്ത്രി R ബിന്ദുവിനെയാണ് ഉണ്ണിയാടൻ തോൽപ്പിച്ചത്. തോമസ് ഉണ്ണിയാടൻ 66,282, R ബിന്ദു 56,070, NDAയിലെ സന്തോഷ് ചെറാക്കുളം 27,167 എന്നിങ്ങനെയാണ് വോട്ട് നില. ചാലക്കുടിയിൽ UDF പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി. ചാലക്കുടി നഗരസഭയിലും എല്ലാ പഞ്ചായത്തുകളിലും UDF സ്ഥാനാർത്ഥി സനീഷ് കുമാർ ജോസഫ് മികച്ച ഭൂരിപക്ഷം നേടിയാണ് വിജയിച്ചത്. പുതുക്കാട് ഇടതുകോട്ടകളെ വിറപ്പിച്ച് UDF മുന്നേറ്റം. ഒടുവിൽ LDFന് ആശ്വാസ ജയം. വോട്ടെണ്ണൽ തുടങ്ങിയതു മുതൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു പുതുക്കാട് നടന്നത്. ഏറെ മാറിമറിഞ്ഞ ലീഡിനു ശേഷം LDF സ്ഥാനാർത്ഥി KK രാമചന്ദ്രൻ വിജയിക്കുകയായിരുന്നു. 2,853 വോട്ടിനായിരുന്നു വിജയം. വോട്ടെണ്ണലിന്റെ ആദ്യഘട്ടം മുതൽ പുതുക്കാട് വലിയ അനിശ്ചിതത്വമായിരുന്നു നിലനിന്നത്. പരമ്പരാഗത ഇടതുകോട്ടകളായ വല്ലച്ചിറയിലും നെന്മണിക്കരയിലും വോട്ടെണ്ണൽ കഴിഞ്ഞപ്പോൾ 3,000-ൽ താഴെയായിരുന്നു LDF ലീഡ്. അതോടെ UDF കേന്ദ്രങ്ങളിൽ പ്രതീക്ഷയുണർന്നു.
അടുത്തെണ്ണാനുള്ള തൃക്കൂരും അളഗപ്പനഗറും വരന്തരപ്പള്ളിയിലും നിർണായക ലീഡ് നേടാനായാൽ ചരിത്ര വിജയം നേടാനാകുമെന്നായിരുന്നു UDF കേന്ദ്രങ്ങളുടെ പ്രതീക്ഷ. എന്നാൽ തൃക്കൂരും വരന്തരപ്പള്ളിയും കഴിഞ്ഞപ്പോൾ കെ രാമചന്ദ്രൻ 1000-ൽ താഴെയെങ്കിലും ലീഡ് നിലനിർത്തി. 808 LDF ലീഡ്. അളഗപ്പനഗറും പുതുക്കാടും പൂർത്തിയായപ്പോൾ UDF സ്ഥാനാർത്ഥി KM ബാബുരാജ് 1313 വോട്ടിന്റെ ലീഡ് എടുത്തെങ്കിലും അത് വിജയമുറപ്പിക്കാൻ പ്രാപ്തമായിരുന്നില്ല. TCV ന്യൂസ്, പുതുക്കാട്. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. Discover la Vraigote, la crème de la fraîcheur. French Diary Ice Creams, a taste factory. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ, ഈ സാറന്നെ ഫുള്ളി നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ, ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ, അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ Gold and Diamondsൽ നിന്നും. SJ Gold and Diamonds, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. നേടൂ 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി EV കാർ, മറ്റനവധി സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ, അല്ലെങ്കിൽ റിന്യൂ ചെയ്യൂ. നേടൂ നിരവധി ആകർഷകമായ സമ്മാനങ്ങൾ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. വാർത്തകളിലേക്ക്. ഒരു പതിറ്റാണ്ടിന് ശേഷം കൊടുങ്ങല്ലൂർ മണ്ഡലം LDFന്റെ കൈപ്പിടിയിൽ നിന്ന് വഴുതി മാറുമ്പോൾ OJ ജനീഷിലൂടെ UDF നേടിയത് ആധികാരിക വിജയം. വോട്ടെണ്ണൽ ആരംഭിച്ച വെള്ളാങ്കല്ലൂർ പഞ്ചായത്ത് മുതൽ കൊടുങ്ങല്ലൂർ ഒഴികെയുള്ള തദ്ദേശ പ്രദേശങ്ങളിൽ ഭൂരിപക്ഷം നിലനിർത്തിയാണ് UDF മുന്നേറിയത്. വെള്ളാങ്കല്ലൂരിൽ 109 വോട്ടിന്റെ ലീഡ് നേടിയ OJ ജനീഷ് പുത്തഞ്ചിറയിൽ 523, മാളയിൽ 3448, പൊയ്യയിൽ 2129, അന്നമനടയിൽ 3954, കുഴൂരിൽ 2597 എന്നിങ്ങനെ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചു. എന്നാൽ കൊടുങ്ങല്ലൂർ നഗരസഭ LDFനെ കൈവിട്ടില്ല. LDFന്റെ പരാജയത്തിന്റെ ആഴം കുറിച്ചത് കൊടുങ്ങല്ലൂരിലെ വോട്ടിംഗ് ശതമാനമാണ്. 4578 വോട്ടിന്റെ മുൻതൂക്കമാണ് കൊടുങ്ങല്ലൂർ നഗരസഭ LDFന് നൽകിയത്. ഭരണവിരുദ്ധ വികാരത്തോടൊപ്പം പതിവിന് വിപരീതമായുള്ള ക്രമപ്പെടുത്തിയ പ്രവർത്തനവും UDFന് തുണയായപ്പോൾ CPIയിലെ പടലപ്പിണക്കങ്ങൾ ഉൾപ്പെടെ മുന്നണിയിലെ പ്രശ്നങ്ങൾ LDFന് വിനയായി. UDF തരംഗത്തിനിടയിൽ മുല്ലൂർ മണ്ഡലത്തിൽ ഹാട്രിക് വിജയം കരസ്ഥമാക്കി LDF സ്ഥാനാർത്ഥി K രാജൻ. 8891 വോട്ടിന്റെ ഭൂരിപക്ഷം നേടിയാണ് K രാജൻ വിജയിച്ചത്. ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് ഉല്ലൂർ മണ്ഡലത്തിൽ നിന്ന് ഒരു സ്ഥാനാർത്ഥി ഹാട്രിക് വിജയം നേടുന്നത്. LDF സ്ഥാനാർത്ഥി K രാജന് 69,703 വോട്ടും UDF സ്ഥാനാർത്ഥി ഷാജി കോടങ്കണ്ടത്തിന് 60,119 വോട്ടും NDA സ്ഥാനാർത്ഥി ബിജോയ് തോമസിന് 19,737 വോട്ടും ലഭിച്ചു. വിജയിച്ച ശേഷം CPI ഉല്ലൂർ കമ്മിറ്റി ഓഫീസിലെത്തിയ K രാജന് പ്രവർത്തകർ സ്വീകരണം നൽകി. UDF സുനാമിക്കിടയിലും കയ്പമംഗലം LDFനെ കൈവിട്ടില്ല. എടത്തിരുത്തി മുതൽ എറിയാട് വരെയുള്ള പഞ്ചായത്തുകളിൽ കയ്പമംഗലം ഒഴികെയുള്ള പഞ്ചായത്തുകൾ ഇടതുവശം ചേർന്ന് നിന്നതോടെ 9944 വോട്ടിന്റെ ഭൂരിപക്ഷം നേടി LDF സ്ഥാനാർത്ഥി KK വത്സരാജ് വിജയിയായി. ഭരണവിരുദ്ധ വികാരവും ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണവും സംസ്ഥാനത്ത് LDFന്റെ പരാജയ കാരണമായി പറയപ്പെടുമ്പോഴും തൃശൂർ ജില്ലയിൽ കയ്പമംഗലം ഉൾപ്പെടെ 9 മണ്ഡലങ്ങൾ നിലനിർത്താനായത് LDFന് ആശ്വാസമായി. മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഭൂരിപക്ഷത്തിൽ കുറവുണ്ടായെങ്കിലും LDFന്റെ അടിയുറച്ച മണ്ഡലമെന്ന പേര് കയ്പമംഗലം നിലനിർത്തി. കുന്നംകുളം നിയോജകമണ്ഡലത്തിൽ LDF തരംഗം. സിറ്റിംഗ് MLA AC മൊയ്തീൻ ഹാട്രിക് വിജയത്തോടെ മണ്ഡലം നിലനിർത്തി. പോസ്റ്റൽ വോട്ടുകൾ എണ്ണിത്തുടങ്ങിയ ആദ്യ നിമിഷം മുതൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥി AC മൊയ്തീൻ വ്യക്തമായി ലീഡ് നിലനിർത്തിയിരുന്നു. ഹാട്രിക് വിജയം ലക്ഷ്യമിട്ടിറങ്ങിയ LDFന്റെ AC മൊയ്തീനും മണ്ഡലം തിരിച്ചുപിടിക്കുവാൻ സർവ്വസജ്ജമായി ഇറങ്ങിയ UDFലെ PT അജയ് മോഹനും കടുത്ത പോരാട്ടം കാഴ്ചവെച്ച NDA സ്ഥാനാർത്ഥി KR രാജിലും തമ്മിലായിരുന്നു സുപ്രധാന മത്സരം. ആം ആദ്മി പാർട്ടിയുടെ രാജീവ് KSും മത്സരരംഗത്തുണ്ടായിരുന്നു. മത്സരഫലം പുറത്തുവരുമ്പോൾ AC മൊയ്തീൻ 69,522 വോട്ടിന്റെ കരുത്ത് തെളിയിച്ചു. 4,563 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് AC മൊയ്തീൻ വീണ്ടും ചെങ്കുടി പാറിച്ചത്. മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾക്കും LDF സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികൾക്കുമുള്ള അംഗീകാരമായാണ് ഈ വിജയമെന്ന് AC മൊയ്തീൻ പറഞ്ഞു.
ജില്ലയിലെ 3 മുന്നണികൾക്കും ഒട്ടേറെ രാഷ്ട്രീയ പാഠങ്ങൾ പകർന്നു നൽകുന്നതാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം. സംഘടനാപരമായ തിരുത്തൽ നടപടികളിലേക്ക് ഇനി നേതൃത്വത്തിന് നീങ്ങേണ്ടി വരും. സംസ്ഥാനമാകെ വീശിയടിച്ച UDF തരംഗത്തിലും ജില്ലയിലെ 13 സീറ്റിൽ 9 നേടി പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞതിന്റെ ആശ്വാസത്തിലാണ് ഇടതുമുന്നണി. എങ്കിലും വോട്ട് വിഹിതത്തിലുണ്ടായ കുറവ് CPI നേതൃത്വങ്ങളെ ഉലച്ചിട്ടുണ്ട്. ഭരണവിരുദ്ധ വികാരത്തിന്റെ ആനുകൂല്യം നൽകി വോട്ട് കണക്കുകളിലെ യാഥാർത്ഥ്യങ്ങളെ മറച്ചുപിടിക്കാൻ കഴിയില്ല. ജില്ലയിൽ ഉയർന്നുവന്ന കരുവന്നൂർ അടക്കമുള്ള വിഷയങ്ങളിൽ നേതൃത്വം സ്വീകരിച്ച നിലപാടും പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങളും CPM നേതൃത്വം കണ്ടില്ലെന്ന് നടിക്കുകയായിരുന്നു. CPM നേതാക്കൾ സ്വീകരിച്ച നിലപാടുകൾ ന്യൂനപക്ഷ വോട്ടുകളെ ഇടതിൽ നിന്ന് അകറ്റുകയും ചെയ്തു. ക്ഷേമരംഗത്തെ നേട്ടങ്ങൾ ഒരു വിഭാഗത്തെ ഇടതുമുന്നണിയോട് അടുപ്പിച്ചിട്ടുണ്ട്. എന്നാൽ വികസന രംഗത്തെ അവകാശവാദങ്ങൾ എത്രത്തോളം ജനം വിശ്വാസത്തിലെടുത്തു എന്നത് പരിശോധിക്കപ്പെടേണ്ടതാണ്. 1 നിന്ന് 4 സീറ്റെണ്ണം ഉയർത്തിയെന്ന് അഭിമാനിക്കുമ്പോഴും ജില്ലയിലെ UDF നേതൃത്വത്തെ ഇരുത്തി ചിന്തിപ്പിക്കുന്നതാണ് തെരഞ്ഞെടുപ്പ് ഫലം. തെരഞ്ഞെടുപ്പിന് മുൻപ് വോട്ട് ചേർക്കലടക്കമുള്ള സംഘടനാപരമായ മുന്നൊരുക്കങ്ങൾ ഊർജിതമായി നടത്തിയിരുന്നെങ്കിൽ 3 മണ്ഡലങ്ങൾ കൂടി അക്കൗണ്ടിൽ ചേർക്കാമായിരുന്നുവെന്ന് നേതൃനിരയിലെ ചിലർ തന്നെ അടക്കം പറയുന്നു. 3 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയം വൈകിയതിനെയും സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചതിലെ പാളിച്ചകളെയും മറ്റു ചിലർ ചൂണ്ടിക്കാട്ടുന്നു. മണലൂരിന്റെ മനസ്സിൽ TN പ്രതാപന് ഇടം നേടാനാകാതെ പോയതും ചേലക്കരയിലെ സ്വതന്ത്ര പരീക്ഷണം പാളിയതും വരും ദിവസങ്ങളിൽ തുടർ ചർച്ചകൾക്ക് വഴിമരുന്നിടും. തൊട്ടതെല്ലാം പിഴച്ച BJPക്ക് ജില്ലയിൽ ആശ്വസിക്കാനൊന്നുമില്ല. തൃശൂരിൽ പത്മജ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. മണലൂരിലും പുതുക്കാടും പ്രതീക്ഷിച്ച മുന്നേറ്റമുണ്ടായില്ല. ഗുരുവായൂരിൽ B. ഗോപാലകൃഷ്ണന്റെ വിവാദ പ്രസ്താവനകൾ തിരിച്ചടിക്കുകയും ചെയ്തു. 2020ക്കും BDJSനും നൽകിയ അമിത പ്രാധാന്യം തിരിച്ചടിയായെന്ന അഭിപ്രായം BJP നേതൃനിരയിൽ ശക്തമായിട്ടുണ്ട്. എന്തായാലും BJPയിൽ സംഘടനാപരമായ നടപടികൾ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. ഇങ്ങനെ ജില്ലയിലെ മുന്നണി രാഷ്ട്രീയത്തിൽ വിവാദങ്ങളുടെ മലരികളും ചുഴികളും തീർക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് പുറത്തുവന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് TCV. കേരളത്തിൽ വീശിയടിച്ച UDF തരംഗത്തിനൊപ്പം ഇരിങ്ങാലക്കുടയിലും വൻ ഭൂരിപക്ഷത്തിൽ UDF സ്ഥാനാർത്ഥി തോമസ് ഉണ്ണിയാടന് വിജയം. 10,212 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് തോമസ് ഉണ്ണിയാടൻ വിജയിച്ചത്. ആദ്യ റൗണ്ട് എണ്ണിത്തുടങ്ങിയ കാട്ടൂർ മുതൽ തന്നെ വ്യക്തമായ ലീഡ് നിലനിർത്തിയായിരുന്നു തോമസ് ഉണ്ണിയാടന്റെ മിന്നുന്ന വിജയം. 66,282 വോട്ടുകൾ UDF സ്ഥാനാർത്ഥി തോമസ് ഉണ്ണിയാടൻ നേടിയപ്പോൾ 56,070 വോട്ടുകൾ LDF സ്ഥാനാർത്ഥി ഡോക്ടർ ആർ ബിന്ദുവും NDF സ്ഥാനാർത്ഥി സന്തോഷ് ചെറാക്കുളം 27,167 വോട്ടുകളും നേടി. പോസ്റ്റൽ ബാലറ്റിലെ 243 വോട്ടുകൾ അസാധുവായി. വിജയത്തിന് ശേഷം വോട്ടെണ്ണൽ കേന്ദ്രമായ ക്രൈസ്റ്റ് കോളേജിലെത്തിയ തോമസ് ഉണ്ണിയാടന് വൻ വരവേൽപ്പാണ് UDF പ്രവർത്തകർ നൽകിയത്. തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിൽ പ്രതികരിച്ച് തൃശൂർ ജില്ലയിലെ മുന്നണി നേതാക്കൾ. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP നേടിയ വിജയം വലിയൊരു മാറ്റത്തിന്റെ തുടക്കമാണെന്ന് BJP തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ശേഷം TCVയോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലയിൽ തൃശൂർ നിയോജക മണ്ഡലത്തിലടക്കം തോൽവി നേരിട്ടെങ്കിലും നാട്ടികയിലടക്കം BJPക്ക് വലിയ മുന്നേറ്റമുണ്ടാക്കാൻ സാധിച്ചുവെങ്കിലും ഉദ്ദേശിച്ച വിജയം നേടാൻ സാധിച്ചില്ലെന്നും തോൽവിയെക്കുറിച്ച് പരിശോധിക്കുമെന്നും ജസ്റ്റിൻ ജേക്കബ് പറഞ്ഞു. ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് കേരളത്തിൽ നേടിയിട്ടുള്ള വിജയം വലിയൊരു മാറ്റത്തിൻ്റെ തുടക്കമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടി ഉയർത്തിയ മുദ്രാവാക്യം മാറാത്തത് മാറുമെന്നുള്ള മുദ്രാവാക്യമാണ്. ആ മുദ്രാവാക്യം അക്ഷരാർത്ഥത്തിൽ കേരള നിയമസഭയിൽ പ്രതിധ്വനിക്കാൻ പോവുകയാണ്. ഏറ്റവും ശക്തരായിട്ടുള്ള 3 നേതാക്കന്മാരാണ് നിയമസഭയുടെ അകത്തേക്ക് വരുന്നത്. ഐക്യജനാധിപത്യ മുന്നണിക്ക് തൃശൂരിൽ നല്ലൊരു തിരിച്ചുവരവ് നടത്താൻ സാധിച്ചുവെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. ഗുരുവായൂരിലും മണലൂരിലും അപ്രതീക്ഷിതമായ തോൽവിയായിപ്പോയി. ഇടതുപക്ഷത്തിന്റെ കോട്ടയായ പുതുക്കാട് നല്ല മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിച്ചു. സംസ്ഥാനത്താകെ ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിച്ചിരിക്കുകയാണെന്നും ജോസഫ് ടാജറ്റ് പറഞ്ഞു. ഭരണവിരുദ്ധ വികാരം വലിയ തോതിൽ ആഞ്ഞടിച്ചിരിക്കുകയാണ്. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 10 വർഷത്തെ ഭരണത്തിൽ ജനങ്ങൾ അനുഭവിച്ച ആ പ്രയാസം, അത് അവർ അതിൻ്റെ പ്രതിഫലനാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. അവർ രണ്ടും കൽപ്പിച്ചാണ് ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ ഐക്യജനാധിപത്യ മുന്നണിയിലെ എല്ലാ ഘടകകക്ഷികൾക്കും വലിയ വിജയം സമ്മാനിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. കോൺഗ്രസ് മാത്രമല്ല, അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സംസ്ഥാനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പിണറായി വിജയൻ്റെ സർക്കാരിനെതിരെയുള്ള വലിയ ഒരു തരംഗം തന്നെ ഉണ്ടായി എന്നുള്ളതാണ്. അപ്രതീക്ഷിതമായ ഒരു പരാജയമാണ് സംസ്ഥാനത്തും ജില്ലയിലും LDFനുണ്ടായതെന്ന് CPI ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ പറഞ്ഞു. മൊത്തത്തിൽ നോക്കുമ്പോൾ മറ്റു ജില്ലകളിലുണ്ടായ ഒരു പരാജയം തൃശൂർ ജില്ലയിൽ LDFനുണ്ടായിട്ടില്ലെങ്കിലും പരാജയം തന്നെയാണെന്നും തീർച്ചയായും പരാജയത്തെ സംബന്ധിച്ച് പരിശോധന നടത്തേണ്ടതുണ്ടെന്നും ശിവാനന്ദൻ പറഞ്ഞു. അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു പരാജയമാണ് സംസ്ഥാനത്തും നമ്മുടെ തൃശൂർ മണ്ഡലത്തിൽ ഉൾപ്പെടെ LDFനുണ്ടായിട്ടുള്ളത്. മൊത്തം നോക്കുമ്പോൾ തൃശൂർ ജില്ലയിൽ
മറ്റിടങ്ങളിൽ ഉണ്ടായതുപോലെ ഒരു പരാജയം LDF ഉണ്ടായിട്ടില്ല. എന്നാലും പരാജയം തന്നെയാണ്. തീർച്ചയായും പരാജയത്തെ സംബന്ധിച്ച് പരിശോധന നടത്തേണ്ടതുണ്ട്. പ്രാഥമികമായ പരിശോധന പോലും ഇപ്പോൾ നടത്തിയിട്ടില്ല. അതുകൊണ്ട് പരാജയത്തിൻ്റെ കാരണം ഇപ്പോൾ പറയാനും കഴിയില്ല. തീർച്ചയായും പാർട്ടി ആഴത്തിൽ തന്നെ പരിശോധിച്ച് പരാജയത്തിൻ്റെ കാരണം കണ്ടെത്തി ആ ജനങ്ങൾ നൽകിയിട്ടുള്ള ഈ പരാജയം ഏറ്റുവാങ്ങി പരിഹരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോകുമെന്ന് മാത്രമേ ഇപ്പോൾ പറയാനുള്ളൂ. പൊളിറ്റിക്കൽ ഡെസ്ക് TCV. നിയമത്തെ പൂട്ടിപ്പോയി അക്കൗണ്ട് തുറന്നതും കഴക്കൂട്ടത്തും ചാത്തന്നൂരിലുമുണ്ടായ അട്ടിമറി വിജയവുമാണ് BJPക്ക് ഈ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ വേര് പടർത്താൻ അവസരം നൽകുന്നത്. എന്നാൽ തൃശൂർ ഉൾപ്പെടെയുള്ള ജില്ലകളിൽ കാലിടറിയത് നേതൃത്വത്തിന് തിരിച്ചടിയായി. കേരളം ഉറ്റുനോക്കിയ തിരുവനന്തപുരം ജില്ലയിലെ നേമത്ത് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ BJPക്ക് സമ്മാനിച്ചത് അഭിമാന വിജയം. 3800 വോട്ടുകൾക്ക് CPMലെ V ശിവൻകുട്ടി അടിയറവ് പറഞ്ഞു. കോൺഗ്രസ് സ്ഥാനാർത്ഥി KS ശബരീനാഥൻ 3ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത്. 2016 O രാജഗോപാൽ BJPക്ക് വേണ്ടി ആദ്യമായി നിയമസഭയിലേക്ക് അക്കൗണ്ട് തുറന്ന നേമത്ത് ഇടവേളയ്ക്ക് ശേഷം അങ്ങനെ താമര വിരിഞ്ഞു. കഴക്കൂട്ടത്ത് V മുരളീധരന്റെ കഠിനാധ്വാനവും ഫലം കണ്ടു. 265 വോട്ടിന് CPMലെ കടകംപള്ളി സുരേന്ദ്രൻ കീഴടങ്ങി. കോൺഗ്രസിലെ T ശരത്ചന്ദ്ര പ്രസാദ് 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. 2016ലും 2021ലും BJP 2ാം സ്ഥാനത്ത് വന്ന മണ്ഡലമായിരുന്നു കൊല്ലം ജില്ലയിലെ ചാത്തന്നൂർ. ആ 2 വട്ടവും സ്ഥാനാർത്ഥിയായിരുന്ന BV ഗോപകുമാർ ഇത്തവണ മണ്ഡലത്തെ താമരത്തണലിലെത്തിച്ചു. LDFലെ R രാജേന്ദ്രനും UDFന്റെ സൂരജ് രവിയുമായിരുന്നു എതിരാളികൾ. CPIയുടെ GS ജയലാൽ 2011 മുതൽ 2021 വരെ പ്രതിനിധീകരിച്ചിരുന്ന മണ്ഡലമായിരുന്നു ചാത്തന്നൂർ. എന്നാൽ പ്രതീക്ഷിച്ച മറ്റ് പല മണ്ഡലങ്ങളിലും മുന്നേറ്റമുണ്ടാക്കാൻ BJPക്കായില്ല. തൃശൂരിൽ സുരേഷ് ഗോപി സൃഷ്ടിച്ച ഓളങ്ങൾ ഏതാണ്ട് അസ്തമിച്ച മട്ടാണ്. പാലക്കാട് ശോഭാ സുരേന്ദ്രൻ അട്ടിമറി പ്രതീക്ഷ ഉണർത്തിയെങ്കിലും വിജയതീരത്തെത്തിയില്ല. കാട്ടാക്കടയിൽ PK കൃഷ്ണദാസിനും മഞ്ചേശ്വരത്ത് K സുരേന്ദ്രനും താമര സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനായില്ല. വട്ടിയൂർക്കാവിൽ R ശ്രീലേഖയ്ക്കും മുന്നേറ്റമില്ല. ഇനി BJP നേതൃത്വത്തിന് ആത്മപരിശോധനയുടെ സമയമാണ്. 2020യെ ഒപ്പം കൂട്ടിയത് ഗുണം ചെയ്തോ എന്ന് വിലയിരുത്തണം. ക്രിസ്ത്യൻ വോട്ട് ബാങ്കിലേക്ക് കടന്നു കയറാനുള്ള ശ്രമങ്ങൾ പാളുന്നതും പരിശോധിക്കണം. എന്തായാലും LDF UDF രാഷ്ട്രീയത്തിൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന കേരളത്തിൽ 3ാം ബദലിന് വഴി തേടുമ്പോൾ 3 മണ്ഡലങ്ങളിലെ വിജയം മുന്നോട്ടുള്ള പോക്കിന് BJPക്ക് ഊർജ്ജമാണ്. ന്യൂസ് ഡെസ്ക് TCV. തൃശൂർ ജില്ലയിൽ പ്രതീക്ഷിച്ച നേട്ടം കൈവരിക്കാനാകാതെ BJP പല മണ്ഡലങ്ങളിലും വോട്ട് വിഹിതം കുറഞ്ഞു. ഇടത് MLA ആയിരുന്ന CC മുകുന്ദൻ BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ച നാട്ടികയിലാണ് NDA മികച്ച പ്രകടനം കാഴ്ചവെച്ചത്. 2021 33,706 വോട്ടുണ്ടായിരുന്നിടത്ത് വോട്ട് നില 45,216 ആയി ഉയർത്തി. എന്നാൽ 2021 തൃശൂർ മണ്ഡലത്തിൽ സുരേഷ് ഗോപി നേടിയ 40,457 വോട്ടിൽ നിന്നും പത്മജ മത്സരിച്ചപ്പോൾ 28,663 വോട്ടായി കുറഞ്ഞു. ശക്തമായ ത്രികോണ മത്സരം കാഴ്ചവെച്ച മണലൂരിൽ 2021 അപേക്ഷിച്ച് BJPക്ക് വോട്ട് കുറഞ്ഞു. 2021 AN രാധാകൃഷ്ണൻ മത്സരിച്ചപ്പോൾ 36,566 വോട്ടായിരുന്നത് നിലവിൽ 34,676 വോട്ടായി കുറഞ്ഞു. ഇരിങ്ങാലക്കുടയിൽ 2021 34,129 വോട്ട് ലഭിച്ചെടുത്ത് നിലവിൽ 27,167 വോട്ടായി കുറഞ്ഞു. കുന്നംകുളത്ത് 2021 BJP സ്ഥാനാർത്ഥി താമര ചിഹ്നത്തിൽ മത്സരിച്ചപ്പോൾ 27,831 വോട്ടാണ് ലഭിച്ചത്. അത് 17,104 വോട്ടായി കുറയുകയാണ് ഇത്തവണയുണ്ടായത്. ചാലക്കുടിയിൽ 2021 10,301 വോട്ട് ലഭിച്ചെടുത്ത് ഇത്തവണ 14,605 വോട്ടായി ഉയർന്നിട്ടുണ്ട്. കയ്പമംഗലത്ത് 9,066 വോട്ടിൽ നിന്നും 19,688 വോട്ടായി ഉയർത്തി. എന്നാൽ 2021 പുതുക്കാട് BJP മത്സരിച്ചപ്പോൾ ലഭിച്ചത് 34,893 വോട്ടാണ്. എന്നാൽ 5 വർഷങ്ങൾക്കിപ്പുറം വോട്ട് 28,018 കുറയുകയാണുണ്ടായത്. ഒല്ലൂരിൽ 2021 22,295 വോട്ട് ലഭിച്ചെടുത്ത് ഇപ്പോൾ ലഭിച്ചത് 16,585 വോട്ടുകൾ. വടക്കാഞ്ചേരിയിൽ 2021 21,747 എന്നത് നിലവിൽ 25,844 ഉയർന്നിട്ടുണ്ട്. ചേലക്കരയിൽ 2021 BJPക്ക് 33,606 വോട്ടാണ് ലഭിച്ചത്. 2024 ഉപതെരഞ്ഞെടുപ്പിൽ ലഭിച്ച വോട്ട് 33,608. 2026 അത് 37,286 ഉയർന്നിട്ടുണ്ട്. കൊടുങ്ങല്ലൂരിൽ 2021 വോട്ട് ഇപ്പോൾ 2020 സ്ഥാനാർത്ഥി മത്സരിച്ചപ്പോൾ 23,933 വോട്ടായി കുറഞ്ഞു. 2021 ഗുരുവായൂരിൽ BJPക്ക് സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ല. നിലവിൽ BJP സ്ഥാനാർത്ഥിക്ക് ലഭിച്ച വോട്ട് നില 28,947 ആണ്. പൊളിറ്റിക്കൽ ഡെസ്ക് TCV.
അകമല റെയിൽവേ മേൽപ്പാലത്തിന് സമീപം കേരള വിഷന്റെ ഇന്റർനെറ്റ് ഡിജിറ്റൽ ഫൈബർ കേബിളുകൾ വ്യാപകമായി നശിപ്പിച്ച നിലയിൽ കണ്ടെത്തി. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം. ചേലക്കര, പട്ടാമ്പി, ഒറ്റപ്പാലം, ചെറുതുരുത്തി, വടക്കാഞ്ചേരി മേഖലകളിലേക്കുള്ള പ്രധാന കേബിളുകളാണ് നശിപ്പിച്ചത്. സർക്കാർ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങളിലെ ഇന്റർനെറ്റ് സംവിധാനങ്ങൾ പൂർണ്ണമായും തടസ്സപ്പെടുത്തുവാനുള്ള ആസൂത്രിത നീക്കമാണ് നടന്നത്. സംഭവത്തിൽ കുറ്റക്കാരെ കണ്ടെത്തി മാതൃകാപരമായ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ കേബിൾ ടി വി ഓപ്പറേറ്റർമാർ പരാതി നൽകി. കഴിഞ്ഞ ദിവസം രാത്രി തന്നെ കേബിൾ ടി വി ഓപ്പറേറ്റർമാരുടെ നേതൃത്വത്തിൽ തകരാറുകൾ പരിഹരിച്ചുവെങ്കിലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം തത്സമയം കാണേണ്ട ഗൌരവകരമായ സാഹചര്യത്തിൽ ഇത്തരം അട്ടിമറികൾ നടന്നത് ആശങ്കയ്ക്ക് ഇടയാക്കി. ജില്ലയിൽ വിജയിച്ച UDF, LDF സ്ഥാനാർത്ഥികൾ TCVയുമായി സന്തോഷം പങ്കുവച്ചു. എന്താണ് പറയാനുള്ളത്? അല്ല, തൃശ്ശൂര് ഞാൻ സ്ഥാനാർത്ഥിയായി ഇപ്പോൾ തന്നെ മാധ്യമ സുഹൃത്തുക്കളായ നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു, വലിയ ഭൂരിപക്ഷത്തിൽ തൃശ്ശൂർ ജനത തൃശ്ശൂർ നിയോജക മണ്ഡലത്തിൽ വിജയിപ്പിക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ 10,000-ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ, വലിയ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ UDF സ്ഥാനാർത്ഥിയായ എന്നെ വിജയിപ്പിച്ചിട്ടുണ്ട്. തൃശ്ശൂർ ജനതയോട് പ്രത്യേകം നന്ദി പറയുന്നു. കൂടുതൽ ലഭിച്ച ലീഡ്, നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ കൂടുതൽ ലഭിച്ച ലീഡ് എൻ്റെ ഉത്തരവാദിത്വം വർദ്ധിപ്പിക്കുന്നു. തൃശ്ശൂരിന് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കും. വലിയ ഭൂരിപക്ഷം നേടിയിരിക്കുകയാണ്. അതിന് മുഖ്യമായൊരു കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനുള്ള ജനങ്ങളുടെ വലിയ ഒരു പ്രതിഷേധ പ്രകടനമാണ് നമ്മൾ ഈ വോട്ടിലൂടെ കാണാനായിട്ട് കഴിയുന്നത്. ഇരിങ്ങാലക്കുടയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 10 വർഷമായി ഇരിങ്ങാലക്കുട ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കൈകളില്ലായിരുന്നു. വീണ്ടും ഒരു തിരിച്ചുവരവ് ഇരിങ്ങാലക്കുടയിലും ഐക്യ ജനാധിപത്യ മുന്നണി നടത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ വിജയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഇടതുപക്ഷ ഗവൺമെൻറ്റിനെതിരെയുള്ള അതിശക്തമായിട്ടുള്ള വികാരം ഉണ്ടായിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ കുറേ നാളുകളായി വികസന കാര്യങ്ങളിലൊക്കെ തന്നെയും ഉണ്ടായിട്ടുള്ള ഒരു പ്രശ്നം, അതൊരു പ്രശ്നം തന്നെയാണ്. പിന്നെ ഇവിടെ ചിട്ടയായ പ്രവർത്തനം നടത്തുകയുണ്ടായി. പിന്നെ ഒരു തരംഗം ആഞ്ഞടിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷക്കാലത്തെ പിണറായി വിജയൻ്റെ ദുർഭരണത്തിനെതിരായിട്ടുള്ള ഒരു വിലയിരുത്താണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. തീർച്ചയായിട്ടും ജനങ്ങളെ ഒരുപാട് കഷ്ടപ്പെടുത്തിയ, കേരളത്തിൻ്റെ ഒരുപാട് പുറകോട്ട് നയിച്ചൊരു ഗവൺമെൻറ്റാണ് ഇടതുപക്ഷ ഗവൺമെൻറ്. അതിനെതിരായിട്ടൊരു ശക്തമായ വികാരം നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ജനവിധിയിൽ കാണാനായിട്ട് സാധിക്കും. UDFന് അനുകൂലമായിട്ടുള്ളൊരു രാഷ്ട്രീയ സാഹചര്യമാണ് UDFൻ്റെ വിജയത്തിൽ സഹായിച്ച എല്ലാവർക്കും. വടക്കാഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 5 കൊല്ലക്കാലം വടക്കാഞ്ചേരി മണ്ഡലത്തിൻ്റെ സമഗ്ര വികസനത്തിനു വേണ്ടി വിശ്രമരഹിതമായി ജോലി ചെയ്തിട്ടുണ്ട് എന്നത് ഈ മണ്ഡലത്തിലെ ജനങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട് എന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒന്ന്. ഭാവമുള്ള മതനിരപേക്ഷ മനസ്സുള്ള മനുഷ്യരുടെ പൂർണ്ണമായ വിജയമാണ്. ഒല്ലൂർ നിയോജക മണ്ഡലത്തിലെ എല്ലാ മനുഷ്യരോടും, ഒല്ലൂർ നിയോജക മണ്ഡലത്തിലെ മാത്രമല്ല ഒല്ലൂരിലെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കിടയിൽ നാടിൻ്റെ എല്ലാ മേഖലകളിൽ നിന്നും സഹായിച്ച എല്ലാവരെയും ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യുന്നു, നന്ദി രേഖപ്പെടുത്തുന്നു. ഇതൊരു വ്യക്തിപരമായ വിജയമായി കാണുന്നതേ ഇല്ല. ഇതൊല്ലൂരിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു മനസ്സായി നിന്നുകൊണ്ട് നടത്തിയ ഒരു ടീം വർക്കിൻ്റെയും ഒല്ലൂരിൽ നടത്തിയിട്ടുള്ള ജനകീയമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെയും മതനിരപേക്ഷ മനസ്സുകൾക്ക് നൽകിയിട്ടുള്ള പിന്തുണയുടെയും പ്രസക്തമായിട്ടുള്ള അടയാളപ്പെടുത്തലാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ നിർണായകമായിട്ടുള്ള നാട്ടികയുടെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിൽ വളരെ ജാഗ്രതയോട് കൂടിയിട്ടാണ് മുന്നോട്ട് പോയിരുന്നത്. നാട്ടിയിലെ ജനാവലി ഈ ഭൂരിപക്ഷം നൽകിയത് ഇടതുപക്ഷത്തിൻ്റെ ഒപ്പമാണ് എന്നുള്ള യഥാർത്ഥ സത്യം. ഈ തെരഞ്ഞെടുപ്പിൽ എനിക്ക് വേണ്ടി വോട്ട് നൽകിയ എൻ്റെ പ്രിയപ്പെട്ട നാട്ടിയിലെ മുഴുവൻ വോട്ടർമാർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ എനിക്ക് നന്ദി, കടപ്പാട് ഈ അവസരത്തിൽ പറയാൻ മാത്രമാണ് എനിക്ക് വാക്കുകൾ. ചേലക്കരയിലെ വോട്ടർമാരോട് ആത്മാർത്ഥമായ നന്ദിയാണ് എനിക്ക് രേഖപ്പെടുത്താനുള്ളത്. നമ്മളെ വളരെ വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ് ഇത്തരം അധികം ഭൂരിപക്ഷത്തോടു കൂടി ജനം വോട്ട് ചെയ്തിട്ടുള്ളത്. അത് മുൻകാലങ്ങളിൽ ഉണ്ടായ പോലെ അതേ ആത്മാർത്ഥതയോടുകൂടി നാടിൻ്റെ വേണ്ട വികസന പ്രവർത്തനങ്ങൾ വളരെ ആത്മാർത്ഥമായി കൂടെ ഉണ്ടാവും എന്ന് തന്നെയാണ് പറയാനുള്ളത്. വോട്ട് ചെയ്ത മുഴുവൻ ചേലക്കരയിലെ വോട്ടർമാർക്കും ഒപ്പം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരും ഈ കൊടും ചൂടിലും വളരെ ആത്മാർത്ഥമായി അവരും വീട് അന്തരം കയറി ഇറങ്ങി അഭ്യർത്ഥന കൊടുക്കലും വോട്ട് അഭ്യർത്ഥിക്കും എല്ലാമായി ഇടതുപക്ഷത്തിന് വേണ്ടി ചെയ്ത പ്രവർത്തകർക്കും
ഈ അവസരത്തിൽ ഞാൻ ആത്മാർത്ഥമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ജില്ലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 9 സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചിട്ടുണ്ട്. ജില്ലയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളായി ഞങ്ങളെ വിജയിപ്പിച്ച വോട്ടർമാരോട് ആദ്യമേ ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുക. ഞങ്ങളുടെ പ്രവർത്തനത്തിന് വേണ്ടി സഹകരിച്ച, ഞങ്ങളോടൊപ്പം ഈ പ്രവർത്തനത്തിൽ പങ്കാളിയായ, വിവിധ ഇനത്തിൽ ഞങ്ങളെ വിവിധ തലത്തിലൊക്കെ സഹായിച്ച ആളുകളുണ്ട്. അവരോടൊക്കെയുള്ള നന്ദി രേഖപ്പെടുത്തുക. അരിമ്പൂരിൽ കോൺഗ്രസ് പ്രവർത്തകരെ LDF പ്രവർത്തകർ വടികൊണ്ട് ആക്രമിച്ചതായി പരാതി. പരിക്കേറ്റ 4 കോൺഗ്രസ് പ്രവർത്തകരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൈപ്പള്ളി CN സെന്ററിലായിരുന്നു സംഘർഷമുണ്ടായത്. സെന്ററിൽ ആഹ്ലാദ പ്രകടനം നടത്തുകയായിരുന്ന കോൺഗ്രസ് പ്രവർത്തകരെ ബൈക്കിലെത്തിയ LDFന്റെ ജനപ്രതിനിധി അടക്കമുള്ളവർ ചേർന്ന് ആക്രമിക്കുകയായിരുന്നുവെന്നാണ് പരാതി. സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് അന്തിക്കാട് പോലീസ് സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഇന്നത്തെ സ്വർണ്ണനിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,835 രൂപ, പവന് 1,10,16,680 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. സംസ്ഥാനത്ത് UDF സുനാമി. 102 സീറ്റ് നേടി UDFന്റെ വമ്പൻ തിരിച്ചുവരവ്. 35 സീറ്റിലൊതുങ്ങി LDF. 3 സീറ്റ് നേടി ചരിത്രം സൃഷ്ടിച്ച് NDA. UDF തരംഗത്തിൽ ഇടതുമുന്നണിയിലെ പ്രമുഖർക്ക് കാലിടറി. CPM കോട്ടകൾ നിലംപൊത്തി. UDF തരംഗത്തിലും ഇടതിനെ കൈവിടാതെ തൃശൂർ ജില്ല. ജില്ലയിൽ 9 LDF, 4 UDF. തൃശൂരടുത്ത് രാജൻ പല്ലൻ, പുല്ലൂരിൽ രാജയോഗം. ഗുരുവായൂരിൽ പൊരുതി വീണ CH റഷീദ്. മണലൂരിൽ TN പ്രതാപൻ കോടതിയിലേക്ക്. 3 മണ്ഡലങ്ങളിൽ താമര വിരിയിച്ച് NDA. നേമത്തും കഴക്കൂട്ടത്തും ചാത്തന്നൂരിലും അട്ടിമറി വിജയം. തൃശൂരിൽ BJPക്ക് വോട്ട് വിഹിതം കുറഞ്ഞു. അകമല റെയിൽവേ മേൽപ്പാലത്തിന് സമീപം കേരള വിഷന്റെ ഇന്റർനെറ്റ് ഡിജിറ്റൽ ഫൈബർ കേബിളുകൾ വ്യാപകമായി നശിപ്പിച്ച നിലയിൽ കണ്ടെത്തി. കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് COA പോലീസിൽ പരാതി നൽകി. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.